ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പം നമ്മളുടെ ബ്യൂട്ടി വ്ളോഗ് ഇന്നത്തെ തലമുടിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണം. നമ്മളെന്തായാലും കാച്ചെണ്ണയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓയിൽ ചെയ്യുന്ന ഒരു ദിവസത്തെ പ്രോസസ്സ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം കമ്പൽസറി ആയിട്ട് ഓയിൽ ചെയ്യുന്ന ആളല്ല. മാസത്തിൽ ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമായിരിക്കും ഞാൻ ഓയിൽ മസാജ് കൊടുക്കുന്നത്, സമയമുള്ളതുപോലെ, പിന്നെ ആവശ്യം തോന്നുന്ന പോലെ. കാര്യം നല്ല ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരും ഡ്രൈ ഹെയർ ഉള്ളവരുമാണ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഏറ്റവും മിനിമം ഓയിൽ ചെയ്യേണ്ടത്. തലമുടി നല്ല ഓയിൽ മസാജ് കൊടുത്ത് നല്ലൊരു ഹോട്ട് സ്റ്റീമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. എത്ര ഓയിൽ ചെയ്താലും നമ്മൾ നന്നായിട്ട് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യണം. ഒരു തുള്ളി എണ്ണ പോലും ബാക്കി വരാത്ത രീതിയിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ സ്കാൽപ്പ് എപ്പോഴും നീറ്റായിരിക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. എന്നാലേ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ. ഇൻഫെക്ഷനൊന്നും സ്കാൽപ്പിൽ വരില്ല, ഡാൻഡ്രഫ് വരില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്കങ്ങനെ ഞാനിപ്പോൾ സെലൂണൊക്കെ സ്ഥിരമായി പോകുന്ന ഒരാളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി സ്പായൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ എപ്പോഴും ഓയിൽ ചെയ്യേണ്ടി വരാറില്ലാത്തത്. പിന്നെ അങ്ങനെ പോകാൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ ഇതുപോലെ തീർച്ചയായിട്ടും ഹോട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ സ്കിൻ, അതായത് നമ്മൾ ഭയങ്കര എക്സ്പോസ്ഡായി മുടിയൊക്കെ ഒരുപാട് ഈ വെയിലത്തൊക്കെ പോയി അങ്ങനെയൊക്കെ എക്സ്പോസ്ഡായി ഒരുപാട് അഴുക്ക് പറ്റി തലയിലൊക്കെ ഒരു ഹെൽത്തി ഫീലിംഗ് അല്ല, നമുക്ക് ഡ്രൈ ആയി തോന്നി വന്നാൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എനിക്ക് അഥവാ ഹെയർ സലൂണിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ മാസത്തിൽ 1-2 പ്രാവശ്യം അല്ലെങ്കിലും മുടിയുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് ഓയിൽ മസാജ് കൊടുക്കാറുണ്ട്. പിന്നെ തലമുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ, തലമുടിയൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരുപാട് വളരണം, കുറച്ചുകൂടെ തിക്കാകണം, ഹെയർ ഫോൾ ഒരുപാടുണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്, ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യുന്നതും നല്ലതാണ്. എന്നാലും ഞാൻ ഓയിൽ മസാജ് ചെയ്യുന്ന ദിവസം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1 by 1 ആയിട്ട് എന്താണ് പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ തേക്കുന്ന ഓയിൽ എൻ്റെ കാച്ചെണ്ണ തന്നെയാണ് തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ചിലത് 1-2 വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഫോർ എക്സാമ്പിൾ കറ്റാർ വാഴയും എണ്ണയും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവ പൊടിച്ചതും, അതൊരു കോമ്പിനേഷൻ, കുറച്ച് കറിവേപ്പില ഇട്ട് ചെയ്ത് വെച്ചാലും വളരെ നല്ലതാണ്. ഇപ്പോൾ കൈതോന്നിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പച്ചക്കർപ്പൂരം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ എന്താ പറയുക, ചിലരൊക്കെ ചെറിയ ഉള്ളി ചേർത്തിട്ടും എണ്ണ കാച്ചാറുണ്ട്. പക്ഷേ ചെറിയ ഉള്ളിയുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ചെറിയ ഉള്ളി എല്ലാവർക്കും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അതിൻ്റെ സൾഫറിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ചെറിയ ഉള്ളി നമ്മുടെ മുടിയെ വളരാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ അത് ആഴ്ചയിൽ എല്ലാ ദിവസവും തേക്കരുത്. വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമേ കൊടുക്കാവുള്ളൂ. അത് ചിലർക്കത് ശരിയാവില്ല. ചില സ്കാൽപ്പിൽ ചിലരുടെ സ്കിൻ ടോണിന് ശരിയാവില്ല. സ്കാൽപ്പിൽ ഇച്ചിങ് ഒക്കെ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അതിട്ട് കാച്ചിയെടുത്ത് എണ്ണ ചൂടാക്കി ഭയങ്കരമായിട്ട് തിളപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണവും പോകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല. ചിലർക്ക് ചേരും, ചിലർക്ക് ചേരില്ല. അത് വേണമെങ്കിൽ വെറുതെ എന്താ പറയുക, ഉള്ളിയുടെ നീരെടുത്തിട്ട്, ചെറിയ ഉള്ളിയുടെ നീരെടുത്തിട്ട് കുറച്ച് എണ്ണയുമായിട്ട് ചേർന്നിട്ട് സ്കാൽപ്പിൽ നല്ലതായിട്ട് മസാജ് ചെയ്യുക. ഇത് പ്രോബ്ലം ഇല്ലാത്തവർക്ക് ആഴ്ച 2 ദിവസം അങ്ങനെ ചെയ്യാം. ഇച്ചി സ്കാൽപ്പ് ആകാത്തവർക്ക് അതും മുടി വളരാനായിട്ട് സഹായിക്കും. സൾഫറിൻ്റെ അംശമാണ്. പക്ഷെ അതും എണ്ണയിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് അങ്ങനെ ചെയ്യരുത്. അല്ലാതെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് ഓയിൽ മസാജിലേക്ക് പോകാം അല്ലേ. ഹെയറിൻ്റെ ഓയിൽ മസാജ്, നമ്മൾ ഫേസിൻ്റെ ഓയിൽ മസാജ് ഞാൻ കാണിച്ചതില്ല, അതിൻ്റെ മറ്റൊരു രൂപം. എന്തായാലും ബ്ലഡ് സർക്കുലേഷൻ എപ്പോഴും ത്വരിതപ്പെടുത്തുന്നത് സ്കിന്നിൽ, മുഖത്തെ സ്കിൻ പോലെ തന്നെ തലയിലെ സ്കാൽപ്പ് എന്ന് പറയുന്നത് തലയുടെ സ്കിന്നാണ്. അതും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഈ ഓയിലിൻ്റെ പല ഗുണങ്ങളും ഉള്ളിലേക്ക് പോയി ഫോളിക്കിൾസിൻ്റെ വളർച്ചയെ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. എന്തായാലും സ്കിൻ കെയറും ഹെയർ കെയറും ഞാൻ വളരെ നിർബന്ധമായി ശ്രദ്ധിക്കുന്ന ആളാണ്. അതൊക്കെയാണല്ലോ നമ്മളുടെ എന്താ പറയുക, സൂക്ഷിക്കുന്നത് പോലെ നമ്മളുടെ അസറ്റ്സായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ. പറ്റുന്നിടത്തോളം സൂക്ഷിക്കുക. ഇതിനൊരു നാച്ചുറലായിട്ട് നമ്മളുടെ ഇപ്പോൾ തലമുടി നരയ്ക്കില്ലെന്ന് വെച്ചാൽ നരയ്ക്കുമല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ നരയും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കളർ ചെയ്യേണ്ട സമയത്ത് സമയാസമയങ്ങളിൽ കളർ ചെയ്യുക. അപ്പോൾ കളേർഡ് ഹെയർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് സൂക്ഷിക്കണം. കാര്യം അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നല്ല എന്താ പറയുക, സ്കാൽപ്പൊക്കെ ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണം. എന്നാൽ ഓയിൽ സെബം പ്രൊഡക്ഷൻ നമ്മുടെ സ്കാൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ഓയിലായാലും മോശമാണ്. അപ്പോൾ ഓയിലിങ്ങനെ തങ്ങി നിൽക്കാൻ പാടില്ല. ആവശ്യത്തിന് ഉപയോഗിക്കുക. അത് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഉള്ളിലേക്ക് കിട്ടും. ബ്ലഡ് സർക്കുലേഷൻ കൂടും ധാരാളം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഓയിൽ മസാജ്, അപ്പോൾ എണ്ണയിൽ നിന്നും കുറച്ചെടുക്കുന്നു. കുറച്ച് മതി, ആവശ്യാനുസരണം മതി, ഒരുപാട് ആവശ്യമില്ല. കണ്ണാടി ഊരി വയ്ക്കാണ്.
ഓയിലൊക്കെ കണ്ണാടിയിലായ പ്രശ്നം. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു കോട്ടൺ ബോൾ, ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാം, ഒരു കോട്ടൺ ബോൾ എടുത്ത് വയ്ക്കും, അതിലാണ് ഓയിൽ മുക്കി ഇങ്ങനെ സ്കാൽപ്പിൽ നന്നായിട്ട്. സാധാരണ ഇത് ഇങ്ങനെയാണ് വകുപ്പെടുക്കുന്നത്, ഇങ്ങനെ. ഇതാണ് നമ്മുടെ സെൻറ്റർ പാർട്ടീഷൻ അല്ലേ, ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ സെൻറ്ററായിട്ട് മുടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ചെയ്യുന്നത് എങ്ങനെ അറിയോ, ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ. ഇതാണ് എൻ്റെ സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെ മുടിയിൽ എണ്ണ കിട്ടുന്ന സമയത്ത് ആ സ്റ്റൈലൊന്നും വേണ്ട, മര്യാദയ്ക്ക് മുടിയൊക്കെ പാർട്ടീഷൻ ചെയ്ത് ഓരോ വകുപ്പുകളായിട്ട് എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ എണ്ണ എടുത്തു, കോട്ടൺ ബോൾ. എന്നിട്ട് പിന്നെ അടുത്ത് വകുപ്പെടുക്കുക. ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഓയിൽ മസാജ്. സെക്ഷനായിട്ട് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലായിടത്തേക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കംപ്ലീറ്റ് ഫുൾ ഓയിലായി. ഇനി ഉള്ള കാര്യം എന്ന് പറയുന്നത്, പിന്നെ മുടിയുടെ അറ്റം, ഈ ഭാഗം. ഓക്കെ, ഇതിലേക്കൊക്കെ കുറച്ച് ഓയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി പോയാൽ മതി. എന്തായാലും ഓയിൽ താഴേക്ക് അതിൻ്റെ എഫക്റ്റ് വരും. കണ്ടല്ലോ, സ്കാൽപ്പിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്. ഇനി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുക. സർക്കുലർ മൂവ്മെൻറ്റ്സ്, ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. അത് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അത് നല്ല മസാജാണല്ലോ. തല മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നൊരു അനുഭവമാണ്. ഇതെല്ലാം നമ്മൾ വളരെ പ്രൈവറ്റായിട്ടിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ പബ്ലിക്കായിട്ട് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വീടുകളിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഓയിൽ മസാജ്. അപ്പോൾ ഇത് ഒരു ചെറു ചൂടോട് കൂടിയാണ് ചെയ്യേണ്ടത്. ഹോട്ട് ഓയിൽ മസാജാണ് വേണ്ടത്. ചെറിയ ചൂട്. ഓക്കെ, ഒരു ചെറിയ, നമുക്ക് തൊടാൻ പറ്റുന്ന അത്രയും ചൂട്. അതാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് വരുന്നത്. ഇതിങ്ങനെ കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വരെ മസാജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങനെ കുറച്ചുകൂടി അത് നമ്മൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് പ്രൊവോക്ക് ചെയ്യല്ലേ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, തലയിൽ എണ്ണ തേക്കുമ്പോൾ തലയ്ക്ക് ഭയങ്കര കുളിർമയാണ്. നമുക്ക് ഒരു ഭയങ്കര റിലാക്സ്ഡ് ഫീലിംഗ് കിട്ടും. ഈ സ്കാൽപ്പിലൊക്കെ പുരട്ടി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോകുന്ന പോലെയുള്ളൊരു സുഖമാണ് കിട്ടുന്നത്. അതൊരു ഫാക്റ്റാണ്, ഓയിൽ തേക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കുളിർമ. പിന്നെ ഈ ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് നമുക്ക് തലയ്ക്ക് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. കറ്റാർ വാഴയാണെങ്കിലും കൂളിംഗ് ആണ്, പിന്നെന്താ പറയുക, പച്ചക്കർപ്പൂരം കൂളിംഗ് ആണ്, ഒത്തിരി കാര്യങ്ങൾ. ഇതിനെല്ലാത്തിനും ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും. പിന്നെ കുറച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് മുടിയെല്ലാം പൊഴിഞ്ഞ് കയ്യിൽ വരും. അതിങ്ങനെ ഉടക്കെടുത്ത് മാറ്റുക. അത് ലാസ്റ്റ് കുളിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഉടക്കൊക്കെ മാറ്റിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിയുക. ഓക്കെ, എത്രത്തോളം പറ്റുമോ അത്രത്തോളം മസാജ് കൊടുക്കുക. 10 മിനിറ്റ്സ് ഇങ്ങനെ നന്നായിട്ട് ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹോട്ട് ടവൽ അപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കിയ ടവലോ തോർത്തോ കൊണ്ട് 2-3 പ്രാവശ്യം മുടി ഒന്നിങ്ങനെ കെട്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു നമ്മുടെ തലയിൽ സ്റ്റീം കൊടുക്കുന്നതിന് ഇഫക്റ്റീവായിട്ട് കിട്ടും, അതുപോലെ തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മളുടെ തലയോട്ടിക്ക് ഉള്ളിലേക്ക്, അതായത് നമ്മളുടെ ഈ ഹെയറിൻ്റെ റൂട്ടിലേക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഈ എണ്ണയുടെയൊക്കെ ഗുണം കിട്ടാനാണ്, നല്ലതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വരാം. എന്നിട്ട് ഞാൻ ടവലൊക്കെ റെഡിയാക്കി കൊണ്ടുവരട്ടെ.
ഒരു സ്റ്റീമിങ് കൊടുക്കുക. ഒരുപാട് മുടികൾ വളരുകയും അതുപോലെ തന്നെ കൊഴിയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ദിവസവും കുറേ മുടി പൊഴിയും, അത് കുഴപ്പമില്ല, അത് വളരെ നോർമലാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പൊഴിഞ്ഞാൽ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ഇതൊരു അരമണിക്കൂറിൽ കൂടുതലായി ഞാനിങ്ങനെ തലയിൽ ഓയിൽ മസാജ് ചെയ്ത് വെച്ചിരിക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട്, ഓക്കെ, അത്യാവശ്യം നല്ല ഒരുവിധം നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, എന്നിട്ട് ഈ സ്റ്റീം പുറത്ത് പോകാത്ത രീതിയിൽ അപ്പോൾ കുറച്ചിങ്ങനെ ആവി കയറും. ഒരു ചൂട് കൊടുക്കുകയാണ്, സ്റ്റീമിങ്, ഒരു സ്റ്റീമിങ് പ്രോസസ്സ്. ഓയിൽ ചെയ്ത ഹെയറിലേ അത് ചെയ്യാവുള്ളൂ. അപ്പോൾ ഓയിൽഡ് ഹെയറിൽ ഇങ്ങനെ സ്റ്റീം കൊടുക്കുന്നു. അപ്പോൾ ഇച്ചിരി നേരം ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ലൊരു ചൂട് ഇങ്ങനെ കിട്ടും, ഒരു സ്റ്റീമിങ് പോലെ, ഹെയർ സ്റ്റീമിങ് ആണ്. ഇത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പും എല്ലാം ഇങ്ങനെ സ്റ്റീം കയറും. ഇപ്പോൾ ചെവിയും കൂടി ചൂടെടുക്കുന്നു, കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 or 6 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ഈ കയ്യിലിരിക്കുന്ന വെള്ളത്തിൻ്റെ ചൂട് പോകുന്നവരെ. പിന്നെ ഈ തലയിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും. ഇച്ചിരി നേരം ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ചൂട് കുറയും. അന്നേരം എടുത്ത് മാറ്റി വീണ്ടും വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ഇങ്ങനെ ചെയ്യാം. ഈ രീതിയിലൊരു 5 minutes അല്ല 5 times ഇങ്ങനെ, ഈ രീതിയിലൊരു 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോകും. ഇപ്പോൾ ചൂട് പോയിട്ടില്ല, എൻ്റെ തലയിലിരിക്കുന്ന ടവലിൽ ഇപ്പോഴും ചൂടുണ്ട്. അപ്പോൾ ചൂട് പോകുന്നവരെ ഞാൻ വയ്ക്കുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ ഓയിൽ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെയ്തു തുടങ്ങിയത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 1 hourനകത്ത് എല്ലാ പ്രോസസ്സും തീർക്കാം, കുഴപ്പമില്ല. ഓക്കെ, തണുത്തു. പിന്നെ ഇപ്പോൾ ഏകദേശം 5 പ്രാവശ്യം ആയിക്കഴിഞ്ഞു, വെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയി. അപ്പോൾ ഇനി ഇന്ന് ഓക്കെ, ഇതിലിങ്ങനെ മോയ്സ്ചർ നമ്മളുടെ തലയിലോട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ നന്നായിട്ട് കിട്ടുകയും അതുപോലെ നമ്മുടെ ഈ എണ്ണ തേച്ചിരിക്കുന്നതിന് കുറച്ചുകൂടി പ്രയോജനം ഉണ്ടാവുകയും ചെയ്യുന്നു. കാര്യം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഓയിലൊക്കെ തേച്ച് ഞാൻ മസാജ് ചെയ്തിട്ട് കുളിച്ചാൽ എത്ര പ്രാവശ്യം നമ്മൾ ഷാമ്പൂ ചെയ്താലും അതിൻ്റെ ഒരു മണം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടാവും മുടിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹോട്ട് സ്റ്റീമിങ് കഴിഞ്ഞാൽ പിന്നെ ഒരല്പസമയം ഇങ്ങനെ അയച്ചിടാം. കാര്യം ഇതിങ്ങനെ വീണ്ടും തല വേർക്കാനായിട്ട് ഇങ്ങനെ വയ്ക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ തലനീരിറങ്ങിയിട്ട് ജലദോഷമൊക്കെ വരില്ലേ, അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു 15 to 20 minutes കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ കുളിച്ചിട്ട് തിരിച്ചു വരാം, വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ട്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനിയാണ് നമ്മളുടെ ഹെയർ ഡ്രൈയിങ് പ്രോസസ്സ്. അപ്പോൾ ഒരു ഡ്രയർ വെച്ചിട്ട് മുടി ഒന്ന് ഉണക്കിയെടുക്കാം. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഹെയർ ഡ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ഓവർ ഹീറ്റ് ഇട്ടിട്ട് ചെയ്യരുത്. ഒരു മോഡറേറ്റ്, ഒരു മീഡിയം ചൂടിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഹെയറിന് അതാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ ഒരു സ്റ്റീമിങ് പ്രോസസ്സ് കാണിച്ചു തന്നല്ലോ, നമ്മുടെ ഹെയർ ഒന്ന് സ്റ്റീം ചെയ്യുന്ന പോലെ. അപ്പോൾ ആ സമയത്ത് മുടി ഇങ്ങനെ നല്ല ചൂടായിരിക്കുമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് കൂളാക്കിയിട്ടാണ്, ഇങ്ങനെ മുടിയെല്ലാം അയച്ചിട്ട് കൂളാക്കിയിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ പോയത്. അതും വളരെ പ്രധാനമാണ്. ഒന്ന്, അന്നേരം നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരുപാട് മോയ്സ്ചർ ആവിയായിട്ട് വന്നിട്ട് ഇങ്ങനെ വേർക്കുമല്ലോ, അത് ഒന്ന് ഉണങ്ങണം. കാര്യം നമ്മൾ പിന്നെ കുളിക്കാൻ പോകുന്നത് നല്ല തണുത്ത വെള്ളത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് ചൂടിൽ നിന്നും തണുപ്പിലേക്ക് പോകുന്നതും നല്ലതല്ല. അപ്പോൾ എപ്പോഴും തലമുടി കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുന്നതാണ്. കോൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചർ, അത് ഇച്ചിരൂടെ തണുതാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം അതാണ്. ഞാനെപ്പോഴും തണുത്ത വെള്ളത്തിൽ മാത്രമേ, ഇനി ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഞാൻ ചൂടുവെള്ളത്തിൽ തല വാഷ് ചെയ്യാറില്ല. അതിനിപ്പോൾ UK മോളുടെ അടുത്ത് പോകുന്ന സമയത്താണെങ്കിലും ഭയങ്കര തണുപ്പുള്ള സമയമാണെങ്കിലും തല വാഷ് ചെയ്യുമ്പോൾ ഞാൻ ശരീരത്തിൽ ചിലപ്പോൾ ചൂടുവെള്ളത്തിലായിരിക്കും വാഷ് ചെയ്യുന്നത്, ശരീരം നമ്മൾ മേലെ കഴുകുന്നത്. പക്ഷെ തലയിൽ തണുത്ത വെള്ളം തന്നെ ഒഴിക്കും, വളരെ നിർബന്ധമാണ്. അപ്പോൾ ഒരു പകുതി വഴി ഞാനൊന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാം. ഇനിയാണ് ഒരു കാര്യം, അതായത് ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുക. ഓക്കെ, അതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ പകുതി, ഒരു ½ ലെമൺ പിഴിഞ്ഞൊഴിക്കുക. അത് വൈറ്റമിൻ C, ഇതും ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ ഷൈനിങ്ങിനും പിന്നെ എന്താ പറയുക, ഹെയറിൻ്റെ സ്ട്രെങ്ത്തിനും ശക്തി കൂട്ടാനും നല്ലൊരു ഗ്ലോയും ഷൈനിങ്ങും ഒക്കെ വരാനും നല്ലതാണ്. ഇത് സ്കാൽപ്പിൽ പുരട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗുണമാണ് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന്. പക്ഷേ ചിലർക്ക് ടൂ ഡ്രൈ, അതായത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണെങ്കിൽ ഇതത്ര നല്ലതല്ല നാരങ്ങാനീര്. കൂടാണ്ട്
താരനല്ലാണ്ട് കുറച്ചുകൂടി കൂടിയ സ്കാൽപ്പിലുള്ള ചെറിയ രോഗങ്ങൾക്കൊക്കെ അങ്ങനത്തെ സ്കിൻ ഡിസീസ് ഇപ്പോൾ സ്കാൽപ്പിലുള്ളതാണെങ്കിൽ നാരങ്ങ നീര് നല്ലതല്ല. അപ്പോൾ ഇത് നാരങ്ങ ഡൈല്യൂട്ടഡ് ഫോമിലാണ്. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1/2 മുറി നാരങ്ങ, എന്നിട്ടൊരു ബോട്ടിൽ നിറയ്ക്കുന്നു, സ്പ്രേ ബോട്ടിൽ. എന്നിട്ട് ഇത് ഞാൻ മുടിയിലൊന്ന് സ്പ്രേ ചെയ്യും, സ്കാൽപ്പിലും മുടിയിലുമെല്ലാം. ഫുള്ളായിട്ട് ഉണക്കിയിട്ടില്ല. സ്കാൽപ്പിലും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിലത്തെ ഹെയറിലും അതുപോലെ പുറകുവശത്തെ ആ സ്കാൽപ്പിൻ്റെ ഭാഗം ഇനി ബാക്കി ഡ്രൈയിങ്ങും കൂടി ചെയ്യും. അപ്പോൾ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഓവർ ഹീറ്റ് ആവരുത്, പിന്നെ ഒത്തിരി തലമുടിയുടെ അടുത്തോട്ട് വയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡാൻഡ്രഫിന് നല്ലതാണ്, ഡാൻഡ്രഫ് ഉള്ള തലയിൽ. പക്ഷേ സ്കാൽപ്പ് പെട്ടെന്ന് ഡ്രൈ ആകുന്ന ആൾക്കാർക്ക് ഒരുപാട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഡാൻഡ്രഫ് അല്ലാത്ത സ്കാൽപ്പ് ഡിസോർഡേഴ്സ് ഉള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഈ ഭാഗം ഒഴിവാക്കുക. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ മുടിയെല്ലാം ക്ലീൻ. അപ്പോൾ നല്ലൊരു ബൗൺസ് ഉണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നു, ഫ്ലോ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. നമ്മളിങ്ങനെ ഈ രീതിയിൽ ഒരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ലെമൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ലെമണിൻ്റെ ജ്യൂസ്. പിന്നെ ഞാനിപ്പോൾ ഹെവി ആയിട്ടുള്ള ഓയിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ നാരങ്ങയുടെ നീരും കൂടി ഇങ്ങനെ ലാസ്റ്റ് പാർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു ഹെഡ് വാഷാണ് ചെയ്യുന്നതെങ്കിൽ, ഓയിലൊന്നും തേക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്യില്ല. കാരണം ജസ്റ്റ് ഒന്ന് ഷാംപൂ ആൻഡ് കണ്ടീഷണർ മാത്രം ഇട്ടിട്ട് ഇറങ്ങി വരും. ഓക്കെ. അപ്പോൾ ഇതാണൊരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇത് നമ്മൾ ചിലപ്പോൾ ഞാൻ സെലൂണിൽ പോയിട്ട് ചിലപ്പോൾ സ്പാ ചെയ്യാറുണ്ട്, പിന്നെന്താ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സ്പാ ആൻഡ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അത് ഞാനൊരു ദിവസം കാണിച്ചത്. അപ്പോൾ ഇതുപോലെ ലോക്ക്ഡൗണൊക്കെ ആകുന്ന സമയത്തൊക്കെ നമുക്ക് സെലൂണിലൊന്നും പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ വീട്ടിലും ചെയ്ത് പഠിക്കണം. അപ്പോൾ കണ്ടല്ലോ, ഹെയറെല്ലാം നല്ല ഫ്ലോയി ആൻഡ് ഷൈനിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാനിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്ത് സാധാരണ ഒരു ഓയിൽ മസാജ് ആൻഡ് ജസ്റ്റ് ഒരു ഷാംപൂ, കണ്ടീഷനിങ് ആൻഡ് ചെറുതായിട്ട് ഇത് ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് ആണ്. ഇപ്പോൾ ലെമൺ ജ്യൂസ് ഇങ്ങനെ ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് മുടിയുടെ ഷൈനിങ്ങിനും ഇതിനുമൊക്കെ. പക്ഷേ ഡ്രൈ ഹെയർ ഉള്ളവർ അത് ചെയ്യേണ്ട. ഡ്രൈ ഹെയറും ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ ഇങ്ങനെ വേണ്ട നാരങ്ങ. ഇപ്പോൾ ഇതിലിപ്പോൾ എന്തായാലും നിറച്ച് എണ്ണയൊക്കെ തേച്ച് നല്ല മോയ്സ്ചർ കിട്ടി കിടക്കല്ലേ, നല്ല ഒരു, അപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഓയിലിൻ്റെ ഒരു മോയ്സ്ചറൈസ്ഡ് ആണ് ഹെയർ. അപ്പോൾ ഈ ദിവസം ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇത് നല്ലതാണ്, വൈറ്റമിൻ സി ആണ്, മുടിയുടെ സ്ട്രെങ്തൊക്കെ കൂട്ടും, പിന്നെന്താ അതിനൊരു നല്ല ഷൈൻ കൊടുക്കും, എല്ലാം നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഓയിലിംഗ് ഷാംപൂയിങ് ഡേ. അപ്പോൾ ഓയിൽ മസാജ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഓയിലും വളരെ നല്ല ഒരു ഓയിലാണ് ഞാൻ തേക്കുന്നത്, അതിൻ്റെ ഒരു ഗുണവും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്ന പാടല്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഓയിലിൻ്റെ മിക്സ് വേണമെങ്കിൽ, ഇപ്പോൾ ഒലിവ് ഓയിലും കാസ്റ്റർ ഓയിലും പിന്നെന്താ വെളിച്ചെണ്ണയും എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മസാജ് ചെയ്താലും മതി. എന്തായാലും നല്ലൊരു മസാജ് കൊടുക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുറച്ച് നമ്മുടെ സ്കാൽപ്പിനൊക്കെ ഒന്ന് ആ ഡ്രൈനെസ് മാറ്റിയെടുക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.